ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്കും സുഖമാണ്. സോ നമ്മൾ കുറേ ആയി നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുള്ളൊരു എനിക്ക് തോന്നുന്നുണ്ട് ഏകദേശം ഒരു 5 ദിവസമൊക്കെ ആയിട്ടുണ്ടാവും. നമ്മൾ അത്ര വൈകാറൊന്നുമില്ല. സോ ഞാൻ ഇനി മുതൽ ഒരു പാറ്റേൺ എടുക്കുകയാണ്. ഇപ്പോൾ ഇന്ന് ഇട്ടിട്ടില്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞാൽ വരുക. ഇതിപ്പോൾ ഞാൻ ഒരു ഇതില്ലാതെയാണ് പോയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ലോങ് വീഡിയോസൊക്കെ ഒരു എന്താ പറയുക, ഒരു ടൈം ലിമിറ്റ് ഇല്ല, ടൈം മാനേജ്മെൻറ്റ് ഇല്ലാതെയാണ് ഞാനിപ്പോൾ ഇട്ട് പോകുന്നത്. സോ ഞാൻ വിചാരിച്ചു ഇനി മുതൽ ഞാൻ നല്ല രീതിയിൽ നമുക്ക് ഇട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. സോ അപ്പം വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ എടുത്താൽ 2 ദിവസം കഴിഞ്ഞ് വേറൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ ഇന്നെടുത്താൽ നാളത്തെ ഒരു ദിവസം കഴിഞ്ഞ് മറ്റന്നാൾ ഇട്ടിട്ടും പിന്നെ ഒരു ദിവസം കഴിഞ്ഞ് പിന്നെ ഇടാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പിന്നെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കല്ല. എനിക്ക് ഒന്നാമതല്ല പനിയായിരുന്നു, അതാണ് ഞാൻ കുറച്ച് വീഡിയോസ് എടുക്കാനായി. പിന്നെ നമ്മുടെ ഷോർട്സ് കിട്ടുമെന്ന് ഞാൻ ഒരു ദിവസം ഷോർട്സ് നോട്ടില്ല, ഡിലായി പോയി കഴിച്ചു. കാരണം കടുത്ത പനി എന്താ നല്ല മഴ ഉണ്ട്, എന്താ പറയുക, അപ്പോൾ അവിടെ ഒരു മൂടി കുറഞ്ഞൊരു അറ്റ്മോസ്ഫിയറാണ് ഇപ്പോൾ ഉള്ളത്. സോ അത് പോട്ടെ, നമുക്ക് വീഡിയോ നല്ല മുഖ്യം. ആൻഡ് ദെൻ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു പാകിസ്ഥാനി മേക്കപ്പ് ലുക്കാണ്. ഞാൻ ഈ പാകിസ്ഥാനി ഡ്രാമാസ് ഒന്നും കാണില്ല, പക്ഷെ എന്നാൽ പോലും അവരുടെ ആ റീൽസിൽ ഇടക്കിടക്ക് വരില്ല. അപ്പോൾ അവരുടെ ആ സിമ്പിൾ ഹംബിളായിട്ടുള്ള മേക്കപ്പ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ വിചാരിച്ചിട്ട് ഞാൻ വിചാരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ കുറേ ആയിട്ട് വിചാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു വീഡിയോ ഇടണം എന്നൊക്കെ. അപ്പം ഞാൻ ഒരു പിൻട്രസ്റ്റിൽ ഞാൻ കുറേ സെർച്ച് ചെയ്തു അവരുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. ആൻഡ് ദെൻ എനിക്ക് കണ്ടപ്പോൾ എന്താ പറയുക, നല്ല ഇഷ്ടമായി തോന്നി. കാരണം അത്രക്കും കുട്ടിയടിച്ച പോലെ ആവില്ല, എന്നാൽ പിന്നെ എന്താ അത്രയ്ക്ക് സിമ്പിളും അല്ല ആ ഒരു ടൈപ്പ്. സോ ഞാൻ കൂടുതൽ പറഞ്ഞ് ബോധിപ്പിക്കണില്ല, നമുക്ക് വീഡിയോട്ട് കിടക്കാം. ഇതാ കൂടി വരുന്നുണ്ട്. സോ വീഡിയോ കൊടുത്തിട്ട് വേഗം പോട്ടെ. എൻ്റെ സൗണ്ട് ഒന്നാമത് കേൾക്കുമെന്ന് എനിക്ക് തോന്നിയാൽ ഫാനും കൂടി ഇട്ടിട്ടില്ല, കാരണം നല്ല ചൂടെടുക്കുന്നുണ്ട്. ആൻഡ് ദെൻ മഴ, ഞാൻ പറഞ്ഞില്ല എപ്പോഴത്തെ സൈഡിൽ മഴയായ കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ നല്ല മഴ ഉണ്ട്. സ്റ്റിക്ക് ഉണ്ടല്ലേ, സ്റ്റിക്കിൻ്റെ പരിപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കൈസ്. എന്താ ചെയ്യുക, ഞാനിപ്പോൾ എൻ്റെ സൈഡിൽ വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല മഴയുടെ ഇഷ്ടമുള്ള കുഴപ്പമില്ല. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ അവരുടെ ആ ഒരു മേക്കപ്പ് സ്റ്റൈൽ ഞാൻ പിൻട്രസ്റ്റ് വഴി തപ്പി വെക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ല, സിമ്പിളാണ്, അധികം പുട്ടി നടിക്കുന്നില്ല അവർ. നമുക്കിപ്പോൾ അത് മതിയല്ലോ. ഓക്കെ, നമുക്ക് വീട്ടിലോട്ട് എടുക്കാം അല്ലേ. ഞാൻ ഈയിടെയായിട്ട് കുറച്ച് പറച്ചിൽ കൂടുന്നുണ്ടോ എന്നൊക്കെ ഡൗട്ടുണ്ട്. മുന്നോട്ട് കിടക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ എന്താ പറയുക, മോയ്സ്ചറൈസർ തീരെ വൈകിട്ടാണ്, ആ ഒരു പ്രശ്നമുണ്ട്. മോയ്സ്ചറൈസർ തൊട്ടാൽ അത്രയും നല്ലത്. എന്താ വെച്ചാൽ പിന്നെ നമ്മുടെ ആ ഒരു ഫേസിന് നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് മേക്കപ്പ് ഇടുന്നവർക്ക് ഫേസിന് പിന്നെ ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണത് നിങ്ങൾ എന്ത് ചെയ്യുക, മോയ്സ്ചറൈസർ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ മേക്കപ്പ്. കുറച്ച് ഓവറാവുണ്ടല്ലേ, ഞാൻ ശരിയാക്കാം. ചിലവരൊക്കെ പറഞ്ഞാൽ ജാസ്മിൻ ജാഫറിൻ്റെ പോലെ ആവാൻ നോക്കണോ, അങ്ങനെ തോന്നുന്നുണ്ടോ? ഞാനങ്ങനെ ആവട്ടോ. പിന്നെ സൗണ്ടൊക്കെ കണ്ടോ, മഴ കാരണം തേങ്ങ വീടെടുക്കാൻ പറ്റുന്നില്ല. അയ്യോ, എൻ്റെ ഷോളെന്താ അഴിഞ്ഞ് പോകുന്നുണ്ട്. സോ ഞാനൊരു ക്ലിപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. ഇവിടെ ഞാനൊരു ക്ലിപ്പ് വെച്ചു, ഇപ്പോൾ അതും കാണാനില്ല. ജസ്റ്റ് ഒരു പിൻ വെച്ച് ഇവിടെ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇവിടെ ക്ലിപ്പൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും മേക്കപ്പ് ഇടേണ്ടി കഴിഞ്ഞു. നമ്മുടെ ആ ഒരു വീഡിയോ 1 മില്യൺ വ്യൂസ് ആയിട്ടുണ്ട്. സോ എനിക്ക് നന്നായിട്ട് ഇങ്ങനെ സന്തോഷം ഇങ്ങനെ വരിക. കാരണം എൻ്റെ ഒരു ഷോർട്സ് 1 മില്യൺ ആയി എന്ന് പറയുമ്പോൾ ആർക്കായാലും, ഒരു ബിഗിനറായ യൂട്യൂബർക്ക് ആർക്കായാലും ഒരു സന്തോഷം ഇങ്ങനെ വരും അല്ലേ. നിങ്ങളെ സപ്പോർട്ട് എനിക്കുണ്ടാകുക. ഓക്കെ, അടിപൊളി വീഡിയോസൊക്കെ ഞാനിടും. ഓക്കെ, എല്ലാവർക്കും ഞാൻ കമൻറ്റിൽ റിപ്ലൈ കൊടുക്കില്ല കേട്ടോ. ആർക്കും റിപ്ലൈ കൊടുക്കാതെ ഞാൻ അത്ര ജാടക്കാരൊന്നുമല്ല. നമുക്ക് ജാട കാണിച്ചിട്ട് ആൻഡ് ഞാൻ ഇച്ചിരി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം എൻ്റെ മേക്കപ്പിൽ ഈ ബേബി പൗഡർ മസ്റ്റാണ്. നമുക്ക് നമ്മുടെ കണ്ണയുടെ ആവശ്യം വന്നിട്ടുണ്ട്. ഈ ഷാളിലോട്ട് എങ്ങാനും പൗഡറായി അത് കേട് വന്നാൽ ഇന്ന് എന്നെ കൊല്ലും.
നമ്മുടെ കണ്ണാടിയോടെ നമ്മളെ സ്റ്റീൽ കണ്ണാടിയോടെ കണ്ട ഗൈസ്, ഞാൻ എവിടെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് മേക്കപ്പ് ഇടാത്തതുകൊണ്ട് തന്നെ ഫേസ് ഒക്കെ ഒന്ന് നന്നായിട്ട് വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ കേടൊരു സാറില്ല, നമ്മളെല്ലാം ഫേസ് ഇതൊക്കെ എടുക്കുന്നുണ്ടല്ലോ. എന്ത് നമ്മുടെ ഫേസ് പാക്കുകൊണ്ട് നമ്മൾ എന്ത് പേടിക്കണം? ഓക്കെ, പൗഡർ എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ കുറച്ചിട്ട് എടുക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞില്ല, അവരുടെ മേക്കപ്പ് പറഞ്ഞാൽ സിമ്പിളാണ്. എന്നല്ല നന്നായിട്ട് ഹമ്പിളായിരിക്കും, നല്ല ഹൈലൈറ്റ് ആയിട്ടിരിക്കും അവരുടെ ഫേസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ ഡ്രാമാസൊന്നും കാണില്ല, പക്ഷെ അവരുടെ മേക്കപ്പും കാര്യമൊക്കെ അടിപൊളിയാട്ടോ. അവരുടെ ഡ്രസ്സിങ്ങൊക്കെ സൂപ്പർ. നമ്മൾ ജസ്റ്റ് ബ്ലഷ് ഇട്ട് കൊടുക്കുക. ഇവർ മെയിൻ കാര്യം എന്താ വെച്ചാൽ ബ്ലഷാണ്. പിന്നെ ബ്ലഷൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഏതാ ബ്ലഷ് ചെയ്ത്. ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു സാരിയൊക്കെ ഇട്ടിട്ട്. അപ്പം അതിലും കുറേ പേര് വെച്ചു ബ്ലഷ് എവിടെ നിന്നാണെന്ന്. ബ്ലഷ് ഞാൻ ജുഡിയോന്ന് മേടിച്ചാണ് ബ്ലഷ്. അപ്പം കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ബ്ലഷ്. നമുക്ക് നമ്മുടെ ഇട്ടുകൊടുക്കാം. ഇത് ഇത്തിരി ഇട്ടുകൊടുത്താൽ മതി, നന്നായിട്ട് പിഗ്മെൻറ്റേഷൻ വരും കേട്ടോ. സോ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നന്നായിട്ട് സ്പ്രെഡായിട്ട് ശരിക്കും ആ ഒരു ബ്രഷ് ഇട്ട പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്യലുണ്ട്. അടിപൊളിയാണ്. നിങ്ങൾ കുറച്ചിട്ടെടുത്താൽ മതി, അല്ലെങ്കിൽ എല്ലാവരും കൊണ്ട് കഴിക്കേണ്ട ബ്ലഷ് ഇത്തിരി കൂടി പോയാണ്. എനിക്ക് ബ്ലഷ് നല്ല ഇഷ്ടമാണ്. എന്താ ചെയ്യാം, ബ്ലഷിൻ്റെ ജീവൻ എന്താ പറയുക. കുറച്ച് മൂക്കും മട്ടെടുക്കാം. കാരണം എന്താ വെച്ചാൽ ഒരു മൂക്കും മട്ടെടുക്കണ്ട. അപ്പം നമുക്ക് ഇട്ടെടുക്കാം. കുറച്ച് ഓവറായെന്ന് ഡൗട്ട്. ഓവറായെന്താ നമ്മൾ പൊളിക്കുന്നേ. കണ്ട മൂക്കുമൊക്കെ ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ട്. ഓ, ഈ മുടി കൊണ്ടാണ് എനിക്ക് ഭ്രാന്ത് വരാം. സാധാരണ ഞാൻ സ്കാർഫ് ചെയ്യുമ്പോൾ ഈ മുടി ഫ്രണ്ടിലോട്ട് വരില്ല, പക്ഷെ ഇപ്രാവശ്യം ഞാൻ ഷാൾ ഇട്ടുകൊണ്ടേ. ഓക്കെ, ഈ ഒരു കണ്ണാടിയുടെ ബ്ലറായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. ഓക്കെ, കുറച്ചുകൂടെ ആവശ്യമുണ്ടോ? എൻ്റെ മേക്കപ്പിൻ്റെ അവസ്ഥ ഇട്ടുള്ളൂ. എനിക്കിങ്ങനെ എന്താ പറയുക, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടൂല ബ്രഷ് ഇട്ട് കഴിഞ്ഞാൽ. കുറച്ചും കൂടെ ഉണ്ടാവും എന്നേരം തോന്നൽ വരും. അപ്പം എന്താ പറയുക, വെറുതെ അല്ല ഗൈസ്, ലേറ്റ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് കാണാം. ഇങ്ങോട്ട് ഇട്ടപ്പോൾ കുറച്ച് ലേറ്റ് ഇട്ട്. എൻ്റെ ബ്ലാക്ക് ഹെഡ്സ് പിന്നി വരുന്നുണ്ട്. സോ ഞാൻ ആ ഒരു ബ്ലാക്ക് ഹെഡ്സൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ സ്കിൻ കെയർ ഒന്ന് ജസ്റ്റ് ഞാൻ പോയി ഗൈസ്. പനിയ കാരണം ഞാൻ അങ്ങനെ ഇരുന്നു. ആൻഡ് ദെൻ എൻ്റെ സ്കിൻ കെയർ നോക്കാനുള്ള ടൈം എനിക്ക് കിട്ടിയില്ല. എൻ്റെ ഫേസിലോട്ട് നന്നായിട്ട് ലൈറ്റ് അടിക്കുന്നുണ്ടോ എന്നിട്ട് സോ ഒന്ന് ബാക്കിലോട്ട് വെച്ചേക്കാം അല്ലേ. ഓക്കെ, ഇപ്പോൾ ഓക്കെ തോന്നിട്ടില്ലേ. ഓക്കെ, നെക്സ്റ്റ് നമ്മളെ ഐബ്രോ. ഇപ്രാവശ്യം ഞാൻ ഐബ്രോ കൊടുത്തിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും ഞാൻ ഇത് എനിക്ക് തോന്നുന്നു ഷാർപ്പ് ചെയ്യാനുള്ള ടൈം ആയിക്കണം. അവർ കുട്ടിയടിച്ച് ഞാൻ പറഞ്ഞില്ല, ഇപ്രാവശ്യം ഞാൻ ഫൗണ്ടേഷനൊന്നും ഇടുന്നില്ല. എന്തിനാ കൂടുതൽ ഇങ്ങനെ, നമുക്കതിൻ്റെ ആവശ്യമില്ലെന്നേ. പിരികം ജസ്റ്റ് ഷേപ്പായി കൊടുക്കുക. അവരെ പിരികം കണ്ടിട്ടുണ്ട് നിങ്ങൾ, നന്നായിട്ട് കട്ടിണ്ടാകും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെ പിരികം. കാരണം ആ ഒരു ബ്രൈറ്റ്നെസ്സും പിന്നെ അവരുടെ പിരികത്തിൻ്റെ ആ ഒരു കട്ടിങ്. ചെറിയ കൂട്ടുപിരികവും. എൻ്റെ അനിയത്തിക്ക് കൂട്ടുപിരികം കേട്ടോ, അമ്മ പോലെ. അപ്പം എനിക്കത് കിട്ടിയില്ല. എന്തായാലും ഒന്നും താത്താവും കിട്ടിയില്ല. വെളിച്ചം വരുന്നുണ്ട് ഗൈസ്. മഴക്കാറൊക്കെ മാറിയിട്ട് ഇപ്പോൾ കുറച്ച് സമാധാനമുണ്ട്. ഇത്രയും മതി, ഓവറാക്കണ്ട അല്ലേ. ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒന്നാമതിൻ്റെ മൂക്കറിഞ്ഞ കാരണം എനിക്ക് സംസാരിക്കാൻ അധികം വയ്ക്കുന്നില്ല. പിന്നെ സൗണ്ട് നിൽക്കുന്നുണ്ടോ അറിയില്ല. ഒക്കെപ്പാടെന്താ മഴയും പെയ്തിട്ട് ഒക്കെപ്പാടൊരു ഒരു ഒരവസ്ഥ ആയിക്കണം. അപ്പോൾ അങ്ങനെ ഇരുന്നു എൻ്റെ ലിപ്സ്റ്റിക്കല്ലാത്ത തന്നെ അതിൻ്റെ പരിപ്പ് കഴിഞ്ഞിരിക്കണം. ഞാൻ കുറച്ച് കണ്ണിൻ്റെ മുകളിലും കുറച്ച് ബ്ലഷായി കൊടുത്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ആൻഡ് ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ
ഈ സംഭവമാണ്. ചിലവരൊക്കെ പറയും ഈ വീഡിയോ എടുക്കലൊക്കെ സിമ്പിളല്ലേ, ജസ്റ്റ് വീഡിയോ കൊടുത്തിട്ട് ജസ്റ്റ് ഇട്ടാക്കിയാൽ മതി. പക്ഷേ ഗൈസ്, എനിക്ക് ഈ ഒരു തോന്നലുണ്ടായിരുന്നു വീഡിയോ എടുക്കുന്നതിന് മുമ്പ്. പക്ഷെ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ് ഇമ്പോസിബിൾ. എന്താ പറയുക, പറയണ പോലത്തെ ഒന്നുമല്ല കേട്ടോ, നല്ല റിസ്ക് പരിപാടിയാണ്. കണ്ണെഴുതൽ പ്രോസസ്സാണ് എനിക്ക് പ്രാവശ്യം ഞാനൊരു വെറൈറ്റി കണ്ണെഴുതലാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കറിയാലോ, ഫോണിൽ നോക്കിയുള്ള കണ്ണെഴുതൽ എനിക്ക് പറ്റില്ല. സോ ഞാൻ ഒന്ന് ഫോൺ ഓഫാക്കി വെച്ച് കണ്ണെഴുതി വരാം. കണ്ണെഴുതി വന്നിട്ടുണ്ട് ഗൈസ്. എനിക്ക് ഈ ഒരു കണ്ണെഴുതൽ ഭയങ്കര ഇഷ്ടമായിട്ടോ. എനിക്ക് തോന്നുന്നു ഭയങ്കര, ഞാൻ ആദ്യമായിട്ടൊന്നുമല്ല, പക്ഷേ എനിക്കെന്തോ ഇത് കുറച്ച് ഡിഫറെൻ്റായിട്ട് തോന്നി. ഇച്ചിരി കുത്തും കൂടി ഇട്ട് കൊടുത്താറോ. നിങ്ങൾക്ക് ട്രോളുള്ളത് ഞാനിപ്പോൾ തന്നെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. സോ ഒന്ന് കമൻറ്റിലോട്ട് കൊടുക്കുക. ക്യാമറ വെക്കാനാണ് ഇങ്ങനെ റിസ്ക്. അതെ, കുത്തിട്ടിട്ടുണ്ട്. അല്ലേ വേണോ? നമുക്ക് പഠിച്ചു തന്ന സൗന്ദര്യത്തിൽ നമ്മൾ മതിയാവുക, വേറെ സൗന്ദര്യം നമുക്ക് വേണ്ട. ഓക്കെ, നമ്മളെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മുടെ ലിപ്സ്റ്റിക്. ക്യാമറ കണ്ട കുറച്ച് കൊഞ്ചൽ കൂടുതലായിക്കണം ഇപ്പൊക്ക്, എന്നാലും ഞാൻ ഒഴിവാക്കാൻ നോക്കാം. ഇതൊരു ചൊറിച്ചിൽ പോലെ. പട്ടിക്കുഴക്കുന്നു. ഫാൻ ഇടുന്നത് എത്ര ചൂടെടുക്കണമെന്ന് ചേട്ടാ, എന്താണെന്ന് അറിയില്ല. നല്ല മഴ പെയ്തുകൊണ്ടാവും. ഞാൻ ലിപ് ബാം അപ്ലൈ ചെയ്തിരുന്നു കേട്ടോ. സോ നിങ്ങൾ ലിപ് ബാം അപ്ലൈ ചെയ്തെടുക്കുക, അതാവും ബെറ്റർ. എന്താ വെച്ചാൽ നമ്മൾ ലിബിന് ഏറ്റവും നല്ലത് ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ്. ഇല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ അടിച്ച് കയറും. നമ്മുടെ ആദ്യ ലിപ്സ്റ്റിക് അവിടെ അപ്ലൈ ചെയ്തു. ഞാനിവിടെ 2 ആയിട്ട് ലിപ്സ്റ്റിക് ഉണ്ട്, കാരണം അവർ കട്ടിയിൽ ഇടുന്നില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പം ഡാർക്ക് ഷെയ്ഡൊന്നും അവർ ലിപ്പിൽ അപ്ലൈ ചെയ്യുന്നില്ല, ജസ്റ്റ് ഇതേപോലത്തെ ലൈറ്റ് ഷെയ്ഡൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്. കുറച്ച് കൂടിയോ കണ്ടോ, ഇപ്പം നാച്ചുറലായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് അവർ ജസ്റ്റ് മേക്കപ്പ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. സോ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടൊക്കെ വരാം. ആൻഡ് ദെൻ സെറ്റിങ്സ് സ്പ്രേ ഞാൻ അടിച്ചെടുക്കുന്നില്ല, കാരണം വീട്ടിൽ നിൽക്കുന്നതിനാലേ സെറ്റിംഗ് സ്പ്രേ, പുറത്ത് പോകേണ്ടി മാത്രം ആവശ്യമുള്ളൂ. ഓക്കെ, നമ്മുടെ ഈ ഒരു ലുക്ക് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇത് സിമ്പിളായിട്ട് തോന്നുന്നില്ലേ, ജസ്റ്റ് എന്തോ പൗഡർ ലിപ്സ്റ്റിക് ഇട്ടിട്ട പോലെ ഇപ്പോൾ തോന്നുന്നില്ലേ. പക്ഷേ ഇതാണ് അവരുടെ മേക്കപ്പ്, ഇത്രേ ഉള്ളൂ. ആൻഡ് ദെൻ ഇത് കാണിച്ചില്ലെങ്കിൽ ഒരു സ്വൈരല്ല, എന്താ കാട്ടുക? കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇത് ഇങ്ങനെ കാണിച്ചപ്പോൾ എന്താ തോന്നുന്നത്. ലാസ്റ്റ് ഞാൻ അങ്ങനെ ട്രോളൊന്നും തോന്നുന്നുണ്ട്. ഓക്കെ, നമ്മുടെ മേക്കപ്പ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ദെൻ എനിക്കെൻ്റെ ഹെയർ സെറ്റ് ചെയ്യണം, അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സ് ഇടണം. ഓക്കെ, നമുക്കിനി അങ്ങോട്ട് പോകാം. ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഒരു ഹെയർ സെറ്റാക്കിയിട്ട് വരാം. ചേട്ടാ, അപ്പോൾ ഗായ്സ് നമ്മുടെ മേക്കപ്പ് സ്റ്റൈൽ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല മഴ പെയ്യുന്നുണ്ട്. സോ എന്താ പറയുക, എൻ്റെ ഫൈനൽ ലുക്കാണ്. ഞാനത് കേളിയില്ല കേട്ടോ, അങ്ങനെ ആയി വന്നത്, എന്താ ചെയ്യാം. ഓക്കെ, എന്താ പറയുക, ഞാനൊരു സിമ്പിൾ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്, അതുപോലെ സിമ്പിൾ ഇയറിങ്സ് ഇട്ടിട്ട് ഇത്രേ ഉള്ളൂ എൻ്റെ മേക്കപ്പ്. അവർ പറയുമ്പോൾ അവരെ ഹെയർ ജസ്റ്റ് ഒന്ന് ഫ്രീ ആക്കി ഇടുക ചെയ്യില്ല, പക്ഷെ ഞാൻ എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് കൂടുതൽ കംഫർട്ട് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇട്ടു. ആൻഡ് ദെൻ ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടില്ല, ഞാൻ എൻ്റെ ഹെയർ കുറച്ച് ഫ്രീ ആക്കിയിട്ടാണ് ഇട്ടിരുന്നത്. അതായത് നമ്മൾ ഗ്രൂമിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. സോ ഞാൻ അതിൽ നമ്മുടെ ഹെയർ ഫ്രീ ആക്കിയിട്ടാണ് ഇട്ടിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു
ഇത് ഇങ്ങനെ ഇടാനാണ് തോന്നിയത്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഫ്രണ്ടൊക്കെ കുറച്ച് കട്ടി കണ്ട് ഹെയർ ജസ്റ്റ് ഇങ്ങോട്ട് ഇട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആൻഡ് ദെൻ എന്താ പറയുക, ഈ കുറച്ച് റീൽസൊക്കെ എടുക്കട്ടെ, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഫേസ് കണ്ടിട്ട് ആ ഒരു പാകിസ്ഥാനി ടൈപ്പ് ആ ഒരു ടൈപ്പ് മേക്കപ്പ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുക. അതുപോലെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, മതിയില്ലേ? അപ്പോൾ ശരി, ഇനിയും അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് വരാം. ഞാൻ പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഒരു ടൈം മാനേജ്മെൻറ്റ് ഇല്ലേ, അതായത് ഇപ്പോൾ ഇന്നൊരു വീഡിയോ ഇട്ടെങ്കിൽ ഒരു നാളെ ഇല്ലാതെ മറ്റൊരു ദിവസം അങ്ങനെ വിട്ടിട്ട് ഒരു വീഡിയോ ഇടണമെന്ന് ഞാൻ കുറേ ആയി വിചാരിക്കുന്നു. സോ ഇനി മുതൽ ഞാൻ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാം. എന്നാലും നമ്മുടെ ആ ഒരു ചാനൽ കുറച്ച് റീച്ച് ഇട്ടുള്ള എനിക്ക് തോന്നുന്നു, കുറച്ച് എല്ലാവരും കാണുള്ളൂ. കാരണം ഞാൻ ഒരു ടൈം മാനേജ്മെൻറ്റ് ഇല്ലാതെ കുറേ ഇട്ടിട്ട് ഒരു കാര്യമില്ലല്ലോ. സോ അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം. ഓക്കെ ദെൻ ടാറ്റാ.